ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് തന്നെ വിശേഷിപ്പിക്കുന്നതിനോട് എതിർപ്പുള്ളയാളാണ് നയൻതാര. പക്ഷേ ഒറ്റയ്ക്ക് നിന്ന് പോരാടി നടി നേടിയെടുത്ത വിജയത്തെ വിശേഷിപ്പിക്കാൻ ഇതിലും മനോഹരമായ മറ്റൊരു വാക്കില്ല. 40നോട് അടുത്തപ്പോഴാണ് നയൻതാര വിവാഹിതയായത്. അടുത്ത കാലത്ത് നടന്നതിൽ ഇന്ത്യൻ സിനിമയിൽ ആഘോഷിച്ച വിവാഹമായിരുന്നു നയൻതാരയുടേതും വിഘ്നേഷ് ശിവന്റേതും. ഇരുവരും പ്രണയത്തിലാണെന്ന ഗോസിപ്പുകൾ പ്രചരിച്ചപ്പോൾ പ്രേക്ഷകർ അത്ഭുതപ്പെട്ടു. വിഘ്നേഷിന് മുമ്പ് നിരവധി പ്രണയങ്ങൾ നയൻതാരയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് നടൻ സിംബുവുമായിരുന്നു. വല്ലവൻ സമയത്തായിരുന്നു ഇരുവരുടെയും പ്രണയം മുട്ടിട്ടത്. പക്ഷേ സ്വകാര്യ ചിത്രങ്ങൾ ലീക്കായതോടെ ഇരുവരും വേർപിരിഞ്ഞു. പിന്നീട് നടനും സംവിധായകനും നർത്തകനുമെല്ലാമായ പ്രഭുദേവയായിരുന്നു നയൻതാരയുടെ പ്രണയം. അന്ന് വിവാഹിതനും 3 മക്കളുടെ പിതാവുമായിരുന്നു പ്രഭുദേവ. ഇരുവരും വിവാഹിതരാകുമെന്ന് തന്നെയായിരുന്നു പ്രേക്ഷകരും സിനിമാ ലോകവും കരുതിയിരുന്നത്. പക്ഷേ പ്രഭുദേവയുടെ മുൻ ഭാര്യ രംഗത്തെത്തിയതോടെ നയൻതാരയ്ക്ക് പിന്തിരിയേണ്ടി വന്നു. തൻ്റെ മുൻകാമുകന്മാർ കാരണം തനിക്കുണ്ടായ നഷ്ടങ്ങളെക്കുറിച്ചും കരിയർ ഉപേക്ഷിക്കണമെന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയതിനെക്കുറിച്ചും നയൻസ് അടുത്ത് വെളിപ്പെടുത്തിയിരുന്നു. താൻ ആഗ്രഹിച്ചതുപോലൊരു പങ്കാളിയാണ് വിഘ്നേഷ് എന്നാണ് നയൻതാര പറഞ്ഞത്. റിലേഷൻഷിപ്പിൽ ആദ്യ സ്റ്റെപ്പ് എടുക്കുക എന്നതിൽ അതുവരെ ഞാൻ വളരെ ഈഗോയിസ്റ്റ് ആയിരുന്നു. പക്ഷേ വിക്കിയുടെ കാര്യത്തിൽ ഞാൻ ആദ്യ സ്റ്റെപ്പ് എടുക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നി. ഞാൻ ആദ്യം ആ നീക്കം നടത്തിയിരുന്നില്ലെങ്കിൽ എനിക്ക് അവനെ ഇഷ്ടമാണെന്ന് വിക്കിക്ക് മനസ്സിലാകില്ലെന്നും എനിക്ക് തോന്നി എന്നാണ് നയൻതാര പറഞ്ഞത്. സക്സസ്ഫുള്ളും ധനികനും ആഡംബരപൂർണവുമായ ഒരു ജീവിതശൈലി നയിക്കുന്നതുമായ ഒരാളെ വിവാഹം കഴിക്കാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. എനിക്ക് അത് ഒരിക്കലും വേണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും പ്രധാനം സ്നേഹവും ബഹുമാനവുമാണ്. അതാണ് എനിക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. ഇതാണ് ഞാൻ വളരെ കാലമായി ആഗ്രഹിച്ചത്. ഒരുമിച്ച് ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങൾ അത് ചെയ്യുക തന്നെ ചെയ്യും. അങ്ങനെ ഒരു ദിവസം വരും. ഈ വെറുക്കുന്നവർക്കെല്ലാം മറ്റു മാർഗങ്ങളൊന്നുമില്ലാതെ വിക്കിയെക്കുറിച്ചും എന്നെക്കുറിച്ചും വീണ്ടും നല്ല കാര്യങ്ങൾ മാത്രം എഴുതാൻ തുടങ്ങേണ്ടി വരും. നിങ്ങൾ വിജയം തിരഞ്ഞെടുക്കുന്നില്ല, പണം തിരഞ്ഞെടുക്കുന്നില്ല, പ്രണയം തിരഞ്ഞെടുക്കുന്നില്ല. നിങ്ങൾ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ആരുമായെങ്കിലും പ്രണയത്തിലായാൽ പ്രണയത്തിലാണ് എന്ന് മാത്രം. അതിന് അപ്പുറം വേറെയൊന്നുമില്ല. എൻ്റെയും വിഘ്നേഷിൻ്റെയും കാര്യത്തിൽ ഞാൻ ഡോക്യുമെൻ്ററിയിൽ പറഞ്ഞതുപോലെയാണ് കാര്യങ്ങൾ. ഞങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആദ്യ സ്റ്റെപ്പ് എടുത്തത് ഞാനാണ്. എൻ്റെ ജീവിതത്തിൽ മുമ്പ് ഒരിക്കലും അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഒരു നവസംവിധായകനെ നടി എന്തുകൊണ്ട് സ്വീകരിച്ചു എന്നതായിരുന്നു എല്ലാവരുടെയും മനസ്സിൽ വന്ന ആദ്യ ചോദ്യം. എന്നാൽ ആസ്തി നോക്കിയല്ല, തന്നോട് കാണിക്കുന്ന സ്നേഹവും ബഹുമാനവും കണ്ടാണ് വിഘ്നേഷിനോട് പ്രണയം തോന്നിയതെന്നാണ് നടി പറയുന്നത്. താൻ ആഗ്രഹിച്ചതുപോലൊരു പങ്കാളിയാണ് വിഘ്നേഷ് എന്നും നയൻതാര പറഞ്ഞു. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.